ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് അതിന് ആവശ്യത്തിനുള്ള നേന്ത്രപ്പഴം. ഇത് ഞാൻ ഒരു വലിയ നേന്ത്രപ്പഴം, ഇത് ചെറുതാരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് അതിനാവശ്യത്തിനുള്ള തേങ്ങ, ഇത് ഒരു തേങ്ങയുടെ പകുതിയുണ്ട്. ഇത് കുറച്ച് കാഷ്യൂ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഏലക്ക ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് അതിനാവശ്യത്തിനുള്ള ശർക്കര. ഇതിനി ഒന്ന് പാനിയാക്കി എടുക്കാവേ. ഇതൊരു 150 ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഈ പാനിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ശർക്കരയൊന്ന് ഇതിലൊന്ന് പാനിയാക്കി എടുക്കാമേ. ഈ ശർക്കര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇത് ഈ മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാമേ. അത് ഞാൻ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനിയെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ ശർക്കര എല്ലാം നന്നായിട്ട് പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാവേ. ആ ശർക്കരപ്പാനി ഞാനൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. ഏലക്ക പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. ഏലക്ക പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. പേസ്റ്റ് ആക്കി വെച്ചത് ഇതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അങ്ങോട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ശർക്കരപ്പാനി കുറച്ച് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ബാക്കി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കി ഇരുന്നത് കൂടെ അതിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് ബട്ടറാണ് പുരട്ടി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഒഴിച്ചു കൊടുക്കാം ഈ പ്ലേറ്റിലേക്ക്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കാഷ്യൂ വെച്ച് കൊടുക്കുവാണ്. ഇനി ഇതൊരു ഞാനത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാമേ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ. ഞാൻ ഈ സ്ക്വയർ കൊണ്ടൊന്ന് കുത്തി നോക്കുവാണ്. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാമേ.
തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. വീഡിയോ കണ്ടു കഴിഞ്ഞ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.